ദേശീയ പഠന നേട്ട സർവേയിൽ കേരളത്തിന് അഭിമാനകരമായ പ്രകടനവും വിജയവുമാണ് ഉണ്ടായിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച ഒരു സുപ്രധാന നേട്ടം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം ഉണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കഴിഞ്ഞ വർഷം നടത്തിയ ദേശീയ പഠന സർവേ, നാഷണൽ അച്ചീവ്മെന്റ് സർവേ (നാസ്) ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളം ദേശീയ തലത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്നാണിത് ഡൽഹിയിൽ പ്രസിദ്ധീകരിച്ചത്. ആ പ്രസിദ്ധീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി SCRT ഡയറക്ടർ ജയപ്രകാശും അതിലെ SSK ഡയറക്ടർ ഡോക്ടർ സുപ്രീം ഡൽഹിക്ക് പോയിരിക്കുകയാണ്. ADP ഷിവുവും പോയിട്ടുണ്ട്. ഇത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മികവിനും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അർപ്പണബോധത്തിന്റെ തെളിവാണ്. 2021 ഇതിനു മുൻപ് ദേശീയ പഠന നേട്ട സർവേ നടത്തിയത്. അന്ന് 3, 5, 8 ക്ലാസുകളിലാണ് സർവേ നടത്തിയത്. 2024 3, 6, 9 ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിനായി ഭാഷ, ഗണിതം, പരിസര പഠനം, ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് സർവേ നടത്തിയത്. സംസ്ഥാനത്തെ 1644 സ്കൂളുകളിൽ നിന്നായി 46,737 വിദ്യാർത്ഥികളാണ് ഈ സർവേയിൽ പങ്കെടുത്തത്. ദേശീയതലത്തിൽ 74,000 സ്കൂളുകളിലായി 21,15,000 കുട്ടികൾ പങ്കെടുത്തു. സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്ന ഇനി പറയുന്ന പ്രകാരമാണ്. 3ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പ്രകടനം. 2021 ഭാഷയിൽ സംസ്ഥാന ശരാശരി 70ഉം ദേശീയ ശരാശരി 62ഉമായിരുന്നു. എന്നാൽ 2024 സംസ്ഥാന ശരാശരി 75ഉം ദേശീയ ശരാശരി 64ഉമാണ്. കണക്കിന്റെ കാര്യമെടുത്താൽ 2021 സംസ്ഥാന ശരാശരി 60ഉം ദേശീയ ശരാശരി 57ഉമായിരുന്നു. 2024 സംസ്ഥാന ശരാശരി 70ഉം ദേശീയ ശരാശരി 60ഉമാണ്. 2021 5ാം ക്ലാസ്സുകാർക്കുള്ള സർവേയിൽ ഭാഷയിൽ സംസ്ഥാന ശരാശരി 57ഉം ദേശീയ ശരാശരി 55ഉമായിരുന്നു. എന്നാൽ 2024 6ാം ക്ലാസ്സുകാർക്കുള്ള സർവേയിൽ സംസ്ഥാന ശരാശരി 76ഉം ദേശീയ ശരാശരി 57ഉമാണ്. കണക്കിൽ 2021 സംസ്ഥാന ശരാശരി 41ഉം ദേശീയ ശരാശരി 44ഉമായിരുന്നു. 2024 6ാം ക്ലാസ്സുകൾക്കുള്ള സർവേയിൽ കണക്കിന്റെ കാര്യത്തിൽ സംസ്ഥാന ശരാശരി 60ഉം ദേശീയ ശരാശരി 46ഉമാണ്. സയൻസ് വിഷയമെടുത്താൽ 2021 സംസ്ഥാന ശരാശരിയും ദേശീയ ശരാശരി 48ആണ്. 2024 സർവേ പ്രകാരം സയൻസിൽ സംസ്ഥാന ശരാശരി 66ഉം ദേശീയ ശരാശരി 49ഉമാണ്. 2021 8ാം ക്ലാസ്സുകാർക്കുള്ള സർവേയിൽ ഭാഷയ്ക്ക് സംസ്ഥാന ശരാശരി 57ഉം ദേശീയ ശരാശരി 53ഉമായിരുന്നു. എന്നാൽ 2024 9ാം ക്ലാസ്സുകാർക്കുള്ള ഭാഷാ സർവേയിൽ സംസ്ഥാന ശരാശരി 74ഉം ദേശീയ ശരാശരി 54ഉമാണ്. കണക്കിന്റെ കാര്യമെടുത്താൽ 2021 സംസ്ഥാന ശരാശരി 31ഉം ദേശീയ ശരാശരി 36ഉമായിരുന്നു. എന്നാൽ 2024 കണക്കിന്റെ കാര്യത്തിൽ സംസ്ഥാന ശരാശരി 45ഉം ദേശീയ ശരാശരി 37ഉം ആണ്. സയൻസിന്റെ കാര്യത്തിൽ 2021 സംസ്ഥാന ശരാശരി 41ഉം ദേശീയ ശരാശരി 39ഉമായിരുന്നു. എന്നാൽ 2024 സയൻസിന്റെ കാര്യത്തിൽ സംസ്ഥാന ശരാശരി 53ഉം ദേശീയ ശരാശരി 40ഉമാണ്. 2021 സോഷ്യൽ സയൻസിൽ സംസ്ഥാനം ശരാശരി 37ഉം ദേശീയ ശരാശരി 39ഉമായിരുന്നു. എന്നാൽ 2024 സോഷ്യൽ സയൻസിന്റെ കാര്യത്തിൽ സംസ്ഥാന ശരാശരി 51ഉം ദേശീയ ശരാശരി 40ഉമാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്തെ മികവുറ്റതാക്കുവാനുള്ള കേരള സർക്കാരിന്റെ ശ്രമങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ദേശീയ പഠന നേട്ട സർവേ ഫലങ്ങൾ. ഭൗതിക സൗകര്യ വികസനത്തോടൊപ്പം അക്കാദമിക് രംഗത്തും വന്ന മാറ്റങ്ങൾ ഈ സർവേ ഫലങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട്. 2021 ദേശീയ പഠന നേട്ട സർവേ ഫലങ്ങളെക്കാൾ വളരെ മികച്ച ഫലങ്ങളാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. 3ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും എല്ലാ വിഷയങ്ങളിലും വലിയ കുതിപ്പ് പ്രകടമായി കാണുകയാണ്. ദേശീയ ശരാശരിയിൽ ചെറിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കേരളത്തിലെ കുട്ടികൾ ഏറ്റവും മികച്ച നിലയിൽ പ്രതികരിക്കുന്നത്. ഈ കുതിപ്പ് 9ാം ക്ലാസ്സിലും പ്രകടമാണ്. ഈ സർക്കാരിന്റെ കാലത്ത് ഗുണമേന്മ വിദ്യാഭ്യാസത്തിനായി നടത്തിയ വ്യത്യസ്തങ്ങളായ പരിശ്രമങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ ചലനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദേശീയ പഠന നേട്ട സർവേ വ്യക്തമാക്കുകയാണ്. അധ്യാപക പരിശീലനങ്ങൾ, പാഠ്യപദ്ധതി രൂപീകരണത്തിനായി നടത്തിയ ജനകീയ ചർച്ചകൾ, വിദ്യാർത്ഥികൾ കൂടി നൽകിയ പങ്കാളിത്തം, അധ്യാപകരെ സജ്ജമാക്കാൻ പരിശീലനങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ,
പരിശീലനങ്ങളിലും ക്ലസ്റ്റർ പരിശീലനങ്ങളിലും എല്ലാ അധ്യാപകരെയും പങ്കെടുപ്പിക്കുവാൻ നടത്തിയ ശ്രമങ്ങൾ, മൂല്യനിർണ്ണയ രംഗത്ത് വരുത്തിയ മാറ്റങ്ങൾ, പഠന പിന്തുണ ആവശ്യമുള്ള കുട്ടികൾക്ക് നിരന്തരം പിന്തുണ നൽകിയത്, ഭരണനിർവഹണ രംഗത്ത് വരുത്തിയ മാറ്റങ്ങൾ, അധ്യാപകരെ കൃത്യസമയത്ത് നിയമിച്ചത്, ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഇത്തരം അത്യുജ്വലമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇത് രാജ്യത്തെ ആകെ ഉള്ള വിലയിരുത്തലിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള നേട്ടമാണ്. ഈ മികച്ച പ്രകടനം നമ്മുടെ സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യത്തെയും നടപ്പിലാക്കുന്ന നൂതന പദ്ധതികളുടെ വിജയത്തെയും അടിവരയിടുകയാണ്. പൊതുവിദ്യാലയങ്ങളെ കൂടുതൽ ആകർഷണവും പഠന സൗഹൃദവുമാക്കുവാൻ നാം നടത്തുന്ന ശ്രമങ്ങൾക്ക് ഈ ഫലങ്ങൾ ഊർജ്ജം നൽകും. നമ്മുടെ സ്കൂളുകളിലെ നന്മകളും നേട്ടങ്ങളും പൊതുസമൂഹത്തിലെത്തിക്കാൻ മാധ്യമങ്ങൾ സഹായിക്കണമെന്ന അഭ്യർത്ഥനയാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കുവാൻ ഉള്ളത്. ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികളെയും, അധ്യാപകരെയും, രക്ഷിതാക്കളെയും, പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെയും, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഏജൻസികളെയും, ഞങ്ങളെ സഹായിച്ച മാധ്യമപ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഭാവിയിലും ഈ മികവ് നിലനിർത്തുവാനും വിദ്യാഭ്യാസ നിലവാരം കൂടുതൽ ഉയർത്തുവാനും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു വലിയ നേട്ടമാണ് നമുക്കുണ്ടായിരിക്കുന്നത്. ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പൈസ പോലും കിട്ടാതിരുന്നിട്ടാണ് ഈ വലിയൊരു നേട്ടം ഉണ്ടാക്കിയതെന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇത് പ്രഖ്യാപിച്ച അവസരത്തിൽ അവർക്കൊരു കുറ്റബോധം ഉണ്ടായി കാണുമായിരിക്കാം. ഈ ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണം, അത് ഇതേപോലെ വിദ്യാർത്ഥികളുടെ അഭിപ്രായം കേൾക്കുന്നു, രക്ഷകർത്താക്കളുടെ അഭിപ്രായം കേൾക്കുന്നു. അത് ഓരോ ജില്ലയിലും വിദ്യാഭ്യാസ ജില്ലയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും കേൾക്കുന്നത്. വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, അധ്യാപകർ, വിദ്യാഭ്യാസ വിദഗ്ധന്മാർ, യുവാക്കൾ, മറ്റ് തൊഴിലാളികൾ, അങ്ങനെയുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങൾ, നിയമജ്ഞന്മാർ, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടായിരിക്കും ഈ ഹയർ സെക്കൻഡറിയുടെ പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കുന്നത്. അതിൻ്റെ തീയതി പിന്നാലെ അറിയിക്കുന്നതാണ്. അതിൽ പങ്കെടുത്ത അഭിപ്രായങ്ങൾ പറയാതെ പാഠപുസ്തകം പുറത്തിറക്കിയ ശേഷം അഭിപ്രായം പറയുന്ന രീതിയോട് യോജിപ്പില്ല. നിലവിൽ 2015 പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളാണ് വിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ വലിയ മാറ്റങ്ങളാണ് ലോകത്താകമാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടും ഭാവിയിലെ വെല്ലുവിളികൾ പരിഗണിച്ചുകൊണ്ടാകും ഈ പാഠപുസ്തകം പരിഷ്കരിക്കുന്നത്. 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തക പരിഷ്കരണത്തിന് തുടർച്ചയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കേരളം വരുത്തിയ മാറ്റങ്ങളും ഈ പരിഷ്കരണത്തിൽ ഗൗരവമായി പരിഗണിക്കും. ആദ്യഘട്ടത്തിൽ SCERTയുടെ 80 ടൈറ്റിൽ പാഠപുസ്തകങ്ങളാണ് പരിഷ്കരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ ഈ അധ്യയന വർഷം പൂർത്തീകരിച്ച് അടുത്ത വർഷം കുട്ടികളുടെ കയ്യിൽ പുതിയ പുസ്തകങ്ങൾ എത്തിച്ചേരും. സംസ്ഥാനത്ത് സ്കൂളുകൾ നടപ്പിലാക്കിയ സൂംബ അടക്കമുള്ള കായിക വിനോദങ്ങൾ ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിലെ ഇൻഡിപെൻഡൻസ് അടക്കം ഇത് സംബന്ധിച്ച വാർത്ത നൽകിയിട്ടുണ്ട്. BBC ലേഖകരും ഞാനുമായി സംസാരിക്കുകയുണ്ടായി. ഞാൻ നമ്മുടെ +1 പ്രവേശനത്തിൻ്റെ ചുരുക്കം പറയാം, ബാക്കി മാറ്റർ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അതുപോലെ പ്രവേശനം നേടിയവരുടെ കണക്ക് ഇപ്രകാരമാണ്. സംസ്ഥാനതലം മെറിറ്റിൽ പ്രവേശനം നേടിയത് 2,68,584. സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം നേടിയത് 4,834. മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രവേശനം നേടിയത് 1,110.
കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം നേടിയത് 20,991. മാനേജ്മെൻറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയത് 34,897. അൺഎയ്ഡഡിൽ ചേർന്നവർ 18,490. ആകെ 3,48,906 സീറ്റുകൾ ഇതുവരെ പ്രവേശനം നേടി. 3,48,906. അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്തവർ 82,896. ഇനി നമുക്ക് ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റ് ഞാൻ പറയാം. 58,061. മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, അത് മെറിറ്റിലാണ്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഒഴിഞ്ഞു കിടക്കുന്നത് 418. അൺഎയ്ഡഡിൽ ഒഴിഞ്ഞു കിടക്കുന്നത് 35,155. ആകെ ഒഴിവുകൾ 93,634. അൺഎയ്ഡഡ് സീറ്റുകൾ ഒഴിവാക്കിയാൽ തന്നെ 58,479 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപേക്ഷകരുടെ എണ്ണം പ്രവേശനത്തിന് വേണ്ടി കിട്ടിയത് 47,654 മാത്രമാണ്. ഈ മലപ്പുറം ജില്ലയിൽ മെറിറ്റ് 49,636 പ്രവേശനം നേടിയവർ. സ്പോർട്സ് കോട്ടയിൽ 1040. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 38. കമ്മ്യൂണിറ്റി കോട്ടയിൽ 3,479. മാനേജ്മെൻറ്റ് കോട്ടയിൽ 4,628. അൺഎയ്ഡഡ് ചേർന്നവർ 3,298. അങ്ങനെ ആകെ 62,119 പേർ ഇതുവരെ പ്രവേശനം നേടിയവരാണ്. അവിടെ അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്തവർ 12,358. ഇനി മലപ്പുറം ജില്ലയിലുള്ള ഒഴിവ് മെറിറ്റിൽ 8,742. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 12. അൺഎയ്ഡഡിൽ 8,003. ആകെ ഒഴിവുകൾ 16,757. അവിടെ മലപ്പുറത്ത് പ്രവേശനം നേടാനുള്ള അപേക്ഷകരുടെ എണ്ണം എല്ലാവരും അപേക്ഷ നൽകിയ മുഴുവൻ ആൾക്കാരും അതിൽ പ്രവേശനം നേടാൻ അങ്ങനെ എടുത്താൽ 11,438. ഒന്നാം സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് 25 ജൂലൈ 4. ഒന്നാം സപ്ലിമെൻ്റ് പ്രവേശനം 25 ജൂലൈ 4 മുതൽ 8 വരെ. രണ്ടാം സപ്ലിമെൻ്ററി അപേക്ഷകൾ ജൂലൈ 9 മുതൽ 11 വരെ. രണ്ടാം സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റ് ജൂലൈ മാസം 16 അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്ഥലം മാറ്റുന്നത് ട്രാൻസ്ഫറിനുള്ള അപേക്ഷാ സമർപ്പണം 2025 ജൂലൈ മാസം 19 മുതൽ 21 വരെ. അലോട്ട്മെന്റിന് ശേഷമുള്ള ഒഴിവുകൾ പ്രസിദ്ധപ്പെടുത്തി സ്പോട്ട് അഡ്മിഷനുള്ള അവസരം നൽകുന്നതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം ഘട്ട അലോട്ട്മെന്റ് സ്ഥിര പ്രവേശനം നേടിയത് 20,585. സപ്ലിമെന്ററി അലോട്ട്മെന്റ് നൽകിയത് 7,116. മെറിറ്റ് ഒഴിവുകൾ 2,959. ഒരു കാര്യം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒന്നുകൂടി ഗവൺമെൻറ് അറിയിക്കുകയാണ്. RTI 13ാം വകുപ്പ് RTI പ്രവേശനത്തിനായി ക്യാപിറ്റേഷൻ ഫീസോ സ്ക്രീനിംഗ് നടപടിക്രമമോ പാടില്ല എന്ന്. സ്ക്രീനിംഗ് നടപടിക്രമം എന്ന് വെച്ചാൽ എൻട്രൻസ് ടെസ്റ്റ്. ഒരു സ്കൂളോ അല്ലെങ്കിൽ ആളോ ഒരു കുട്ടിയെ പ്രവേശിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ക്യാപിറ്റേഷൻ ഫീസ് സമാഹരിക്കുവാൻ പാടില്ലാത്തതും കുട്ടിയെയോ അവൻ്റെയോ അവളുടെയോ മാതാപിതാക്കളെയോ രക്ഷകർത്താക്കളെയോ ഏതെങ്കിലും സ്ക്രീനിംഗ് നടപടിക്രമത്തിന് വിധേയരാക്കുവാൻ പാടില്ലാത്തതുമാണ്. വ്യക്തമാണ്. 2, ഉപവകുപ്പിൻ്റെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും സ്കൂളോ ആളോ ക്യാപിറ്റേഷൻ ഫീസ് സ്വീകരിക്കുകയാണെങ്കിൽ ചുമത്തിയ ക്യാപിറ്റേഷൻ ഫീസിന്റെ 10 ഇരട്ടി വരെയാകുന്ന പിഴയോടുകൂടി ശിക്ഷിക്കപ്പെടേണ്ടതും ഒരു കുട്ടിയെ സ്ക്രീനിംഗ് നടപടിക്രമത്തിന് വിധേയമാക്കുന്നുവെങ്കിൽ
ആദ്യ ലംഘനത്തിന് 25,000 രൂപയാകുന്നതും തുടർന്നുള്ള ഓരോ ലംഘനത്തിനും 50,000 രൂപ വരെ ആകാവുന്നതുമായ പിഴയോടുകൂടി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. പ്രവേശനത്തിനായി ക്യാപിറ്റേഷൻ ഫീസോ സ്ക്രീനിംഗ് നടപടിക്രമമോ പാടില്ല എന്ന് ഒരു സ്കൂളോ അല്ലെങ്കിൽ ആളോ ഒരു കുട്ടിയോ പ്രവേശിക്കുമ്പോൾ ഏതെങ്കിലും ക്യാപിറ്റേഷൻ ഫീസ് സമാഹരിക്കുവാൻ പാടില്ലാത്തതും കുട്ടിയെയോ അവന്റെയോ അവളുടെയോ മാതാപിതാക്കളെയോ രക്ഷകർത്താവിനെയോ ഏതെങ്കിലും സ്ക്രീനിംഗ് നടപടിക്രമത്തിന് വിധേയമാക്കുവാൻ പാടില്ലാത്തതുമാണ്. ഒന്നാം വകുപ്പിന്റെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും സ്കൂളോ ആളോ ക്യാപിറ്റേഷൻ ഫീസ് സ്വീകരിക്കുകയാണെങ്കിൽ ചുമത്തിയ ക്യാപിറ്റേഷൻ ഫീസിന്റെ 10 ഇരട്ടി വരെയാകുന്ന പിഴയോടുകൂടി ശിക്ഷിക്കപ്പെടേണ്ടതും. ഒരു കുട്ടിയെ സ്ക്രീനിംഗ് നടപടിക്രമത്തിന് വിധേയമാകുന്നുവെങ്കിൽ ആദ്യ ലംഘനത്തിന് 25,000 രൂപയാകുന്നതും തുടർന്നുള്ള ഓരോ ലംഘനത്തിനും 50,000 രൂപ ആകുന്നതും. അതിനെ വായിച്ചു തന്നെയാണ് ഒന്നുകൂടെ വായിച്ചത് അല്ലേ? ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു മാത്രമേ. വളരെ ഗൗരവമുള്ള ഒരു നിയമമാണ്. പരസ്യമായിട്ട് ഈ നിയമത്തെ ലംഘിക്കാനൊന്നും ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഈ വർഷം മുതൽ ഇത് ഒബ്സർവ് ചെയ്ത് തുടങ്ങും. ധാരാളം പരാതി കിട്ടിയിട്ടുണ്ട്. ധാരാളം പരാതി അതായത് ഒന്ന് കുട്ടി സ്കൂളിൽ ചേർന്നു, വേറൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, ഫീസും അടച്ചു, TC കൊടുക്കില്ല. ഒന്ന്. രണ്ട്, പഠിച്ചില്ലെങ്കിൽ കാശ് കൊടുക്കണ്ടല്ലോ, കാശ് കൊടുക്കില്ല തിരിച്ച്. മൂന്ന്, തൊട്ട അയൽവക്കത്തുള്ള സ്കൂൾ അതിരിക്കട്ടെ, ഇതൊരു സ്കൂള്, തൊട്ടപ്പുറത്തുള്ള സ്കൂൾ, അവിടെയുള്ള കുട്ടിയെ പോലും ഇവിടെ എടുക്കില്ല. നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നൈബറിങ് താമസിക്കുന്ന കുട്ടികളെ എടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഒരു വർഷത്തേക്ക് പല ഫീസിന്റെ ഇനത്തിൽ 1,00,000 രൂപ 2,00,000 രൂപ വാങ്ങുകയാണ്. പല പരാതികൾ നടപടി എടുക്കാൻ കഴിയാത്തത് കുറേയൊക്കെ ഡയറക്ടർ കൊടുത്തേക്കാണ്. പേര് പലരും വയ്ക്കാൻ വേണ്ടി മടികാണിക്കുകയാണ്. അപ്പം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും നേട്ടങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ മേഖല അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്. അതിന്റെ പുറകെ പിന്നെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, നാട്ടുകാർ, രക്ഷകർത്താക്കൾ, സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന്റെ ഫലമായിട്ടാണ്. അപ്പം അതെല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ഒരു ഇത് വരുമല്ലോ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ. ഒരു സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് തെറ്റില്ല. ഒരു സ്കൂൾ നടത്തുന്നതിന് അതിന്റെ എക്സ്പെൻസ് വരുമല്ലോ. പക്ഷെ ഇതൊരു സ്കൂള് മറ്റേതെങ്കിലും ഒരു സ്ഥാപനം നടത്തുന്നതിനേക്കാൾ ഏറ്റവും ലാഭകരം സ്കൂൾ നടത്തുന്നതാണെന്നുള്ള നിലയിലുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഇത് RT ആക്ടിനെ കൊണ്ടുവന്നത്. RT ആക്ടൊക്കെ നടപ്പിലാക്കാനിൽ തയ്യാറാക്കി വെച്ചേക്കുന്നത്. ഇത് വളരെ പ്രയാസപ്പെട്ട് തട്ടി കുടഞ്ഞെടുത്തതാണ്. ലക്ഷക്കണക്കിന് കോഴ വാങ്ങിയിട്ടാണ് ഓരോ അധ്യാപന പോസ്റ്റിങ്ങുകളും എയ്ഡഡ് സ്കൂളുകൾ നടത്തുന്നത്. അതിൽ ഗവൺമെന്റിന് എന്തെങ്കിലും നിലപാടുണ്ടോ? സ്കൂൾ അധ്യാപക നിയമനം PSCക്ക് വേണമെന്ന് G.സുധാകരന്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. കാരണം ഗവൺമെന്റാണ് എയ്ഡഡ് സ്കൂൾ. ഗവൺമെന്റ് ഇപ്പോൾ ആ കാര്യത്തെ സംബന്ധിച്ചുള്ള ഒന്നും തീരുമാനിച്ചിട്ടില്ല, പിന്നെ വേണ്ട എന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം സ്വാരം പറഞ്ഞ സുധാകരന്റെ അഭിപ്രായം. പക്ഷെ അത് വാസ്തവമല്ലോ, ഒരുപാട് പൈസ വാങ്ങിയിട്ടാണ് ഓരോ അധ്യാപന നിയമനങ്ങളും എയ്ഡഡ് സ്കൂളുകൾ നടത്തുന്നതെന്നുള്ള ആരോപണം കുറെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണല്ലോ. ഗവൺമെന്റാണ് ശമ്പളം കൊടുക്കുന്നത്, പക്ഷെ അധ്യാപന നിയമനത്തിന് കോഴ വാങ്ങുന്നത് മാനേജ്മെന്റുകളാണ്, പ്രൈവറ്റ് മാനേജ്മെന്റുകളാണ് എയ്ഡഡ് സ്കൂളുകളുടെ പേര്. അപ്പം അതിനുള്ള നിലപാട് അദ്ദേഹം എടുക്കുന്നുണ്ടോ? ആലോചിക്കാം. മുമ്പ് ഈ സൂംബ വിവാദവുമായി ബന്ധപ്പെട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് പറയുന്നത് അവരുടെ ജനറൽ സെക്രട്ടറി അഷ്റഫിനെതിരെ നടപടി എടുക്കുകയാണെങ്കിൽ അത് ശക്തമായി എതിർക്കും. അത് ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ് അവര്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അഷ്റഫ് പ്രതികരിച്ചത്. അതിന്റെ പേരിൽ സർക്കാർ പ്രതികാര നടപടി എടുക്കുകയാണെങ്കിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അതിന്റെ സംഘടന പ്രസിഡന്റാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ ആ പോസ്റ്റ് കണ്ടില്ല. അത് എയ്ഡഡ് സ്കൂളല്ലേ? അതെ. ഗവൺമെന്റിനെതിരായിട്ടോ മാനേജ്മെന്റിനെതിരായിട്ടോ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരായിട്ടോ പരസ്യമായ പ്രസ്താവനയോ അത് ലംഘനം ഉണ്ടായാൽ നടപടി ആദ്യം എടുക്കേണ്ടത് മാനേജ്മെന്റാണ്, ഗവൺമെന്റ് അല്ല. ആദ്യം മാനേജ്മെന്റാണ് നടപടി എടുക്കേണ്ടത്. മാനേജ്മെന്റ് നടപടി എടുക്കുന്നതിൽ സത്യം അല്ലാത്ത തോന്നുന്ന ഒരു പൗരനാണെങ്കിൽ ഗവൺമെന്റിനെ സമീപിക്കാം. അപ്പം ഞങ്ങളൊരു നടപടി എടുത്തിട്ടില്ല.
സ്വാഭാവികമായിട്ട് പിന്നെ ഗവൺമെന്റിന്റെ ശമ്പളത്തിൽ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് വിരുദ്ധ പ്രസ്താവനയും ഗവൺമെന്റിന് എതിരായിട്ടുള്ള നയത്തിനെതിരായിട്ടുള്ള കാര്യം പറയുമ്പോൾ ചിലപ്പോൾ സ്കൂളിൽ വിളിച്ച് അന്വേഷിച്ചേക്കാം, എന്താണ് അങ്ങനെ ഒരു സംഭവം വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കാം. ഞങ്ങളിവിടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വിദ്യാഭ്യാസ ഡയറക്ടറോ വിദ്യാഭ്യാസ മന്ത്രിയോ അവരാരും നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ മാനേജ്മെന്റ് തന്നെ ഉത്തരവാദിത്തമുണ്ട്. അത്തരം കാര്യങ്ങളിൽ ലംഘനം നടത്തിയാൽ ആവശ്യമായ നടപടി സ്വീകരിക്കാനുള്ള അവകാശം പിന്നെ മാനേജ്മെന്റിനുണ്ട്. നടപടിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ സ്കൂൾ മാനേജ്മെന്റിന്? അല്ല, അങ്ങനെ ഞങ്ങൾ നിർദ്ദേശം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. മാനേജ്മെന്റ് ശരിയായ രൂപത്തിലുള്ള നടപടി പാലിച്ചില്ലെങ്കിൽ മാനേജ്മെന്റിന്റെ നിലനിൽപ്പിന് ബുദ്ധിമുട്ടായി വരുമല്ലോ. ഗവൺമെന്റ് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ ഈ കാര്യങ്ങൾ മാത്രമല്ല, വേറെയൊക്കെ ലംഘനങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിലൊക്കെ തന്നെ മാനേജ്മെന്റാണ് തന്നെ എടുത്തിരിക്കുന്നത്. ഇത്ര ഭയമുള്ളവർ എന്തിനാണ് ഈ പിന്നെ ഗവൺമെന്റിനെയും ഗവൺമെന്റിന്റെ നയത്തെയും ഒരു സമൂഹത്തെ ആകെ തന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി പോയത്? അവരാണ് സമൂഹത്തെ ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നത് പറയുന്നത്. അതിനൊന്നും മറുപടി അറിയിക്കുന്നില്ല. നാഷണൽ സർവേ പോലെ സംസ്ഥാന തലത്തിൽ സംസ്ഥാന ഗുണമേന്മ സർവേ നടത്തിയെന്ന് പറഞ്ഞായിരുന്നു. ഈ അക്കാദമിക അതിപ്പോൾ ആലോചിച്ചിട്ടില്ല. ഇല്ല, നമ്മുടെ ഈ കഴിഞ്ഞ ഇതിലെ 8ാം ക്ലാസ്സിലെ പരീക്ഷ ഈ പ്രാവശ്യം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ 5, 6, 7, 8, 9 ക്ലാസ്സുകളിലേക്ക് നടത്തുന്ന ആ ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യുന്നത് പോലെ തന്നെ ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും നടത്തി അതിന് ഈ പ്രാവശ്യം നമ്മൾ അക്കാദമിക പ്ലാൻ ഇതിനകം തന്നെ ഈ 12,930 സ്കൂളുകളിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 7-ാം തീയതി അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരെയും 163 AEOമാരും 41 DEOമാരും 14 DDമാരും അതുപോലെ തന്നെ RDD ADമാരെ അടക്കം വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ബഹുമാനപ്പെട്ട മന്ത്രിയും സെക്രട്ടറിയും അടക്കം വലിയൊരു വിപുലമായ യോഗം കൂടുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ നാസ് പരീക്ഷയിൽ നമ്മൾ നേടിയ നേട്ടമടക്കം എങ്ങനെ നിലനിർത്തണമെന്നും ഈ 5, 6, 7, 8, 9 ക്ലാസ്സുകളിലെ പഠന നിലവാരം നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള 30% മിനിമം മാർക്ക് എങ്ങനെ നടപ്പാക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയുണ്ടാവും. അക്കാദമിക പ്ലാനിൻ്റെ ഒരു ഹൃദയമെന്ന് പറയുന്നത് സമഗ്ര ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ്. അതിനെ എങ്ങനെ നമുക്ക് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അടുത്ത 3 മാസത്തെ റോഡ് മാപ്പ് കൂടിയാണ് വരുന്ന 7-ാം തീയതി ചർച്ച ചെയ്യുന്നത്. അങ്ങനെ സ്ട്രക്ചേർഡായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുതൽ തയ്യാറാക്കിയ ഒരു സ്ട്രക്ചർ വഴി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു നേട്ടം കിട്ടിയത്. 2024 2021 നമ്മൾ ഏതാണ്ട് 16ാമത്തെ പൊസിഷനിൽ നിന്ന് ഇന്ന് 3ാം ക്ലാസ്സിൽ നമ്മൾ 3ാം സ്ഥാനത്തും 6ാം ക്ലാസ്സിലെ പരീക്ഷയിൽ 2ാം സ്ഥാനത്തും 9ാം ക്ലാസ്സിലെ പരീക്ഷയിൽ നാഷണൽ ലെവലിൽ തന്നെ നമ്മൾ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. പൊതുവെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നാഷണൽ ലെവലിൽ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ 2ാം സ്ഥാനത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് വലിയൊരു നേട്ടമാണ്. നമുക്ക് നമ്മുടെ മുൻപ് ആകെയുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബ് മാത്രമാണ്. അത് തന്നെ 2 പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ പഞ്ചാബിന് പുറകിൽ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളതിനെക്കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ 1ാം സ്ഥാനത്തേക്ക് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് വളരെ 6ാം ക്ലാസ്സിൽ നമ്മൾ 1ാം സ്ഥാനമാണ്. 9ാം ക്ലാസ്സിൽ നമ്മൾ പഞ്ചാബ് 57, നമ്മൾ 56. അതിലാണ് നമ്മൾ ഒരു പോയിന്റിലാണ് നമുക്ക് 1ാം സ്ഥാനം നഷ്ടമായത്. ഗ്രേഡ് 6 പഞ്ചാബും കേരളവും ഒരേ റാങ്കാണ് 67. മറ്റേ 3ാം ഇതിൽ നമ്മൾ 73 ഇത് നേടി. 74 ഹിമാചൽ പ്രദേശ് 2ാം സ്ഥാനവും 80 പഞ്ചാബ് 1ാം സ്ഥാനവുമായിട്ടാണ് നിൽക്കുന്നത്. വലിയ നമ്മൾ ഏതാണ്ട് ഈ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ പഞ്ചാബുമായിട്ട് ഏതാണ്ട് 1 പോയിന്റ് 2 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് നമുക്ക് ദേശീയ 1ാം സ്ഥാനം നമുക്ക് നഷ്ടപ്പെട്ടത്. അതിനെ കൂടെ കവച്ചു വെക്കുന്ന രീതിയിൽ മറികടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ ഈ വർഷം മുന്നോട്ട് പോകുന്നത് നിശ്ചയിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ അനുവദിച്ച സംസ്ഥാനങ്ങളെല്ലാം വളരെ പുറകെയാണ്. അതാണ് ഇതിൽ കണ്ട വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്.